ശാസ്ത്രജ്ഞൻ പറഞ്ഞു എന്ന് പറയുമ്പം ലെജിറ്റിമേറ്റ് ആകുന്ന യുക്തി നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് വായിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഞാനതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അതേസമയം ഇത്രയും പറയുന്നുള്ളൂ, ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു തലം കേവലം ഒരു അമൂർത്തമായ മതസങ്കല്പം എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് അല്ല എന്ന് പറയുന്നതിനപ്പുറം മനുഷ്യൻ്റെ അറിവിനും മനുഷ്യൻ്റെ ബോധത്തിനും യുക്തിക്കും അപ്പുറമുള്ളിടത്തേക്കുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സയൻസ് കൊണ്ടുവരുന്നത്. മനുഷ്യർക്ക് ബോധം, നമ്മൾ ബോധത്തിനെ ഇല്ലെന്ന് ആരും നിഷേധിക്കുന്നില്ല. അതിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിന് ഇൻഡിപെൻഡൻസി, ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് കൊടുക്കുന്നിടത്താണ് നമ്മൾ വിയോജിക്കുന്നത്. അത് ഒരു വിയോജിപ്പാണ്. ആ വിയോജിപ്പിനോടുള്ള വിയോജിപ്പിന്റെ തലാണ് ഞാൻ പറഞ്ഞ അതിനുള്ള വിയോജിപ്പ് ഡയമെൻഷൻസ് ആയിട്ട് വായിക്കപ്പെടുന്നത്. പറഞ്ഞ ഫോർത്ത് ഡയമെൻഷനൊക്കെ നമ്മൾ തെളിയിക്കപ്പെട്ട കാര്യമൊന്നുമല്ല, അതങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള നിഗമനവും അതിൻ്റെ എത്തിച്ചേരലുമായ ഹൈപ്പോത്തീസിസ് ആവാം. അതുകൊണ്ടാണ് ഹൈപ്പോത്തീസിന് എനിക്ക് എതിരൊന്നുമില്ല. ഹൈപ്പോത്തീസിസുകൾ തന്നെയാണ് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഒരു തിയറിയായി അല്ലെ ഫാക്റ്റായി മാറുന്നത്. ആത്മീയത മുഴുവനും ഹൈപ്പോത്തിസിസ് ആണെന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പെൻറോസിൻ്റെ നിലപാടും കൂടെ എടുക്കുക, അത്രയേ ഉള്ളൂ. എന്നുള്ളതല്ലാതെ അത് ലോകത്ത് ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് ഒത്തിരി കാര്യങ്ങൾ അതിന് ആവശ്യമാണ്. ഒരു ഹൈപ്പോത്തിസിസ് തിയറിയായി മാറുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ തിയറി ഓഫ് എവല്യൂഷൻ എന്നോ അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നോ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. എന്ത് തരത്തിലുള്ള തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഉണ്ട്, ഇങ്ങനൊരു സാധ്യതയുണ്ട്.